പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കൾക്ക് ജീവൻ നൽകുവാൻ ഇറങ്ങി വന്നവൻ ഇവൻ തന്നെയാണ്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. ഞാൻ അവിടേക്ക് പോയില്ല എങ്കിൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അന്ത്യനാളുകളിൽ അവിടുന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ മധ്യമായിരിക്കുന്ന ഈശോയെ, നീ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഗബ്രിയേൽ മാലാഖയോട് പരിശുദ്ധ അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ പ്രത്യുത്തരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രിയമുള്ളവരെ, നമ്മളും ഇപ്രകാരം പലപ്പോഴും അവനോട് ചോദിച്ചിട്ടില്ലേ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മാറ്റപ്പെടുന്നത്? ഈ വിഷയത്തിന് പരിഹാരം എന്താണ്? കർത്താവ് മാലാഖയിലൂടെ നമ്മോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈശോയുടെ കുരിശുമരണം കണ്ട് ഭയന്നോടിയ ശിഷ്യന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയോടൊപ്പം സ്ലീഹന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് കത്തിപ്പടരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവനോട് പറയാം, തമ്പുരാനെ, നിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ, നിന്റെ ആത്മാവിനെ എനിക്ക് വേണം. അസ്ഥികളുടെ താഴ്വരയിൽ എസെക്കിയേലിനെ നിർത്തിയിട്ട് ദൈവം ചോദിക്കുന്നു, എസെക്കിയേലേ, ഈ അസ്ഥികൾ ജീവനുള്ളതായി മാറുമോ? തമ്പുരാന്റെ ആത്മാവ് എസെക്കിയേലിനുമേൽ കടന്നു വന്നു. ജീവനും മജ്ജയും മാംസവുമുള്ള മനുഷ്യരായി ആ അസ്ഥി കഷ്ണങ്ങൾ മാറ്റപ്പെട്ടു. തമ്പുരാനെ, ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ വറ്റി വരണ്ട ജീവിതത്തിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എൻ്റെ നിർജീവമായ അവസ്ഥയിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എൻ്റെ മരുഭൂമി അനുഭവമുള്ള എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവാകുന്ന നീരുറവയെ അയക്കണമേ. എൻ്റെ ജീവിതം പൂർണ്ണമായും നിനക്കറിയാം. എൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും നിനക്കറിയാം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും എല്ലാം നീ അറിയുന്നു. പാപം ചെയ്ത ദാവീദ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം, തമ്പുരാനെ, നിന്റെ മുന്നിൽ ബലഹീനരാണ് ഞങ്ങൾ, എന്നാൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുതേ. ഈ പ്രഭാതത്തിൽ ഒരു മനഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എൻ്റെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ആത്മാവേ വരണമേ. ഒരു മനഹൃദയത്തോടെ നമുക്ക് അവൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ നീ വരണമേ. രണ്ട് മക്കാബായരുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ, ലോകം മുഴുവനെയും ഒരു അങ്കുലീ ചലനം കൊണ്ട് നിയന്ത്രിക്കുവാൻ, തറപറ്റിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമുക്ക് പ്രത്യാശ. അവനിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഒരു വിരലിൻ്റെ ഒരു അനക്കം മതി എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നിനക്കെടുത്തു മാറ്റുവാൻ. ഈ ലോകത്തെ മുഴുവൻ ഒരു വിരലിൻ്റെ അനക്കം കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിവുള്ള തമ്പുരാനെ, എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച്, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് നിന്റെ ആത്മാവിനെ അയച്ച് എന്നെ ബലപ്പെടുത്തണമേ. നമുക്കൊരു മനഹൃദയത്തോടെ അവനെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആരാധന